ഇനി നമുക്ക് പത്തിരി വളരെ നൈസായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അരയ്ക്കാതെ, കുഴയ്ക്കാതെ, പരത്താതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് പൊടിയുടെ കണക്കാണ് വെള്ളം എടുക്കുന്നത്. 1.5 കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് വളരെ നൈസായിട്ടുള്ള പത്തിരിപ്പൊടി വേണം എടുക്കാനായിട്ട്. 1.5 കപ്പ് പൊടിക്ക് ആദ്യം നമ്മൾക്ക് ഒരു സോസ് പാൻ അല്ലെങ്കിൽ ഒരു പാത്രം അടുപ്പയിലേക്ക് വെച്ച് അതിലേക്ക് 1.5 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. 250 ml കപ്പാണത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടുപോയി. അതും കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അതിനുശേഷം വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോരം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചോ അതിൻ്റെ പകുതി, നമ്മളിപ്പോൾ 3 കപ്പ് വെള്ളമാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ പകുതി 1.5 കപ്പ് തണുത്ത വെള്ളം ആ ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മീഡിയമായി അല്ലേ. നമ്മൾ 3 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 1.5 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു ചൂട് ഒന്ന് ക്രമീകരിച്ചു. എന്നിട്ട് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ എണ്ണയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് അത് കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾക്ക് ഈ കണക്കനുസരിച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കണം. നമ്മൾക്ക് ചിലപ്പോൾ ഓരോ പൊടിയുടെയും അതനുസരിച്ച് അത്രയും വെള്ളം വേണ്ടി വരില്ലായിരിക്കും. എന്നാലും ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതുപോലെ തണുത്ത വെള്ളവും ചേർത്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒരു നീർദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒന്ന് വെള്ളമൊഴിച്ച് നീട്ടിയെടുക്കണം. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. കുറച്ചും കൂടി നീട്ടിയെടുക്കണം. ഞാൻ 2 സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മളത് പൊക്കി ഇങ്ങനെ നമ്മൾ തവിയിൽ പൊക്കി ഇങ്ങനെ ഒഴിക്കുമ്പോൾ തുള്ളിയായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക് കണ്ടോ. ഇങ്ങനെ തുള്ളിയായിട്ട് അവസാനം തുള്ളിയായിട്ട് വരുന്നത്, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പൊടി കുഴച്ച് വയ്ക്കാം. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവണം. എന്നിട്ടേ നമ്മൾ മാവ് അതിലേക്ക് ഒഴിക്കാവുള്ളൂ. വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് കുഴയ്ക്കണ്ട, പരത്തണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പൊടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തവി കൊണ്ട് കോരി ഒഴിക്കാം. കോരി ഒഴിച്ചാൽ മാത്രം മതി, അത് പരത്തുമൊന്നും വേണ്ട കേട്ടോ. അത് കോരി ഒഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ബബിൾസൊക്കെ ഇങ്ങനെ വരും. ഹോളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. പത്തിരി നമ്മൾ എങ്ങനെ കഴിക്കുന്നോ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ്. എന്നിട്ട് നമ്മൾക്കത് 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാൻ തുറന്ന് നോക്കി ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്കൊരു കൈയുടെ സപ്പോർട്ട് കൂടി നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മളുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ ആ മൂടി തുറന്നത് കണ്ടോ, നമ്മളുടെ നൈസായിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കണം. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അല്ലേ. വളരെ എളുപ്പമല്ലേ കണ്ടോ. പരത്തൊന്നും വേണ്ട. അങ്ങനെ കോരി ഒഴിച്ചിട്ട് അങ്ങ് മൂടി വെച്ചാൽ മാത്രം. എന്നിട്ട് തിരിച്ചിട്ട് ഒന്നും കൂടി 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിതെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു കണ്ടോ. വളരെ നൈസായിട്ടുള്ളതാണ്, വളരെ സോഫ്റ്റാണ് കണ്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ വാട്ടിക്കൊഴിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇരിക്കുന്നാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുതന്നെയല്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് ഇറച്ചിക്കറിയും അതുപോലെ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കൂട്ടി കഴിക്കാം.